മാന്യസദസ്സിനെ വന്ദനം. ഈ മഹാപ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനു തന്നെ ഭീഷണിയായിരിക്കുന്ന മാരക വിപത്തിനെ കുറിച്ചാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ഈ നൂറ്റാണ്ടിന്റെയല്ല, വരാനിരിക്കുന്ന മുഴുവൻ കാലത്തിന്റെയും, മുഴുവൻ ജീവജാലങ്ങളുടെയും, മുഴുവൻ ആവാസ വ്യവസ്ഥകളുടെയും വെല്ലുവിളിയാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന വസ്തുവാണ് പ്ലാസ്റ്റിക്. വീടുകളിലെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ കണക്കെടുത്താൽ ഞെട്ടിപ്പോകും. പാത്രങ്ങൾ, ഗ്ലാസുകൾ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ കവർ, സ്പൂൺ, പാൽക്കുപ്പി, മേശ, കസേര, ഡൈനിങ് ടേബിൾ തുടങ്ങി മുഖവും ചൂലും വരെ പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുണ്ടാക്കിയവയാണ്. റോഡിലും പുറമ്പോക്കിലും കുന്നുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളിൽ പ്ലാസ്റ്റിക്കാണ് വില്ലൻ. ലോകത്തെ ഖരമാലിന്യ നിർമ്മാർജ്ജത്തെ അസാധ്യവും അപകടം പിടിച്ചതുമാക്കിയത് പ്ലാസ്റ്റിക്കാണ്. കടലിന്റെ ആഴങ്ങളിലോ ഭൂമിയുടെ അടിത്തട്ടിലോ മാത്രമുണ്ടായിരുന്ന പെട്രോളിയത്തിൽ നിന്ന് രൂപം കൊണ്ട ഈ വസ്തു എന്തുകൊണ്ട് ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടു? തീർച്ചയായും പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് ചില ഉപകാരങ്ങളുണ്ട്. എളുപ്പവും സൗകര്യവും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പക്ഷെ അവ ഉണ്ടാക്കി തീർക്കുന്ന അപകടങ്ങളും ദുരന്തങ്ങളും ഭയാനകങ്ങളാണ്. നൈമിഷികമായ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി സർവനാശം വിലക്കുവാങ്ങുകയാണ് പ്ലാസ്റ്റിക്കിനെ സ്വീകരിക്കുന്നത്. പ്ലാസ്റ്റിക്കിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ യുദ്ധത്തിനു വേണ്ടിയാണ് ഇവ കണ്ടെത്തിയതും ഉപയോഗിച്ചതും എന്ന് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് നമ്മുടെ ശാസ്ത്രം ഏറ്റവും അധികം തെറ്റായി പ്രയോഗിക്കപ്പെട്ടത്. ആറ്റം ബോംബിന്റെ ചരിത്രം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. യുദ്ധത്തിനു വേണ്ടി കൂടുതൽ വിളവെടുപ്പ് ചെയ്യുന്നു. അതിന്റെ ഫലമായി അവശേഷിക്കുന്ന ഉൽപ്പന്നങ്ങൾ, വേസ്റ്റുകൾ തലവേദനയായി. തുടർന്നുള്ള ഗവേഷണങ്ങളിലാണ് പ്ലാസ്റ്റിക്കുകൾ കണ്ടുപിടിച്ചത്. യുദ്ധത്തിനും യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുവാനുമാണ് ആദ്യം ഇത് ഉപയോഗിച്ചത്. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ വൻകിട കമ്പനികൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന പുതിയ ഇനം പ്ലാസ്റ്റിക്കുകൾ വികസിപ്പിച്ചു. എന്തും ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഒരു സമൂഹത്തിലെ കുത്തകകൾ നിലനിൽക്കുകയുള്ളൂ. അതിനായി വമ്പൻ പരസ്യങ്ങളിലൂടെ പ്ലാസ്റ്റിക്കിന്റെ ഗുണങ്ങൾ പ്രചരിപ്പിച്ചു. അവയുടെ അപകടങ്ങളെ കുറിച്ച് മിണ്ടിയില്ല. ശാസ്ത്ര സമൂഹം നിസ്സംഗത പുലർത്തി. അങ്ങനെ 1960കളിൽ അമേരിക്കയിൽ നിന്നും യൂറോപ്പിലൂടെ ലോകം മുഴുവനും അർബുദം പോലെ പ്ലാസ്റ്റിക്കുകൾ പടർന്നു പിടിച്ചു. അല്ല, അർബുദം തന്നെയാണത്. പ്ലാസ്റ്റിക്കുകളിൽ അടങ്ങിയിരിക്കുന്ന പോളിമറുകളും ഖരലോഹങ്ങളും ലെഡും മെർക്കുറിയും തുടങ്ങിയ മുഴുവൻ വസ്തുക്കളും ക്യാൻസർ, ജനിതക തകരാറ്, ബുദ്ധിമാന്ദ്യം, വൃക്ക, കരൾ, ആമാശയരോഗങ്ങൾ എന്നിവ മാത്രമേ മനുഷ്യരാശിക്ക് വരുത്തൂ. സുഹൃത്തുക്കളെ, പ്രായഭേദമില്ലാതെ പടർന്നിരിക്കുന്ന മാരക രോഗങ്ങളിൽ മുഖ്യ കാരണങ്ങളിലൊന്ന് നാം വലിച്ചെറിയുന്ന, കത്തിച്ചു കളയുന്ന, കുന്നുകൂടിയിരിക്കുന്ന പ്ലാസ്റ്റിക് തന്നെയാണ്. മണ്ണിന്റെ പ്രാണവായുവിനെ തടഞ്ഞ് വിഷം നിറച്ച് നൂറ്റാണ്ടുകളോളം കത്തിച്ചാൽ പുകയും കരിയും വായുവിനെയും വെള്ളത്തെയും മലിനമാക്കും. 2011 പ്ലാസ്റ്റിക് മാലിന്യ നിയമം ഉൾപ്പെടെ പ്ലാസ്റ്റിക്കിനെ നിയന്ത്രിക്കാൻ എത്ര നിയമങ്ങളെല്ലാം കടലാസുകളിൽ രോഗം പിടിച്ച ശരീരവും വിഷം നിറഞ്ഞ മണ്ണും വിണ്ണും വായുവും വരും തലമുറയ്ക്ക് നാം നീക്കിവെച്ചു. മാറേണ്ടത് നമ്മുടെ മനോഭാവമാണ്. പ്ലാസ്റ്റിക് പകരക്കാരനായി വന്ന വസ്തുവാണ്. നാം നമ്മുടെ പ്രകൃതിക്കിണങ്ങിയ രീതിയിൽ ഉപയോഗിച്ച വസ്തുക്കൾ നമ്മെ സാമ്പത്തികമായി വരെ തകർത്താണ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് ചാക്ക് പ്രചരിച്ചതോടെ തകർന്നത് നമ്മുടെ ചണച്ചാക്കുകളും കൃഷിയും വ്യവസായവുമാണ്. തടി, ചൂരൽ, ഈറ, മുള, കൈത ഉപയോഗിച്ചുള്ള പരമ്പരാഗത വ്യവസായവുമാണ്. പ്ലാസ്റ്റിക്കിനെ ചെറുക്കേണ്ടത് സാമ്പത്തിക പുരോഗതിക്കും ആവശ്യമാണ്. ഒറ്റയടിക്ക് നമുക്ക് നിർത്താനും പടിപടിയായി പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കണം. നമ്മുടെ ആഘോഷങ്ങളും വീടും തെരുവുകളും പ്ലാസ്റ്റിക് മുക്തമാവട്ടെ. ഈ മണ്ണിനു വേണ്ടി, മനുഷ്യന്റെ നിലനിൽപ്പിനു വേണ്ടി, പ്രപഞ്ചത്തിനു വേണ്ടി നാം അത് ചെയ്തേ പറ്റൂ. പുതിയ നൂറ്റാണ്ട് പ്ലാസ്റ്റിക് ഇല്ലാത്ത നൂറ്റാണ്ടാവട്ടെ എന്ന് ആശംസിച്ചു.